നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ പോകട്ടെ. ഈ ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ ഇല്ലേ, ഈ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ പോട്ടി മിക്സ് കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ചുകൂടി വളമൊക്കെ ചേർത്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് സെറ്റാക്കി ഇതിൻ്റെ ആവശ്യമില്ലാത്ത സ്റ്റെമ്മെല്ലാം മുറിച്ച് കളഞ്ഞ് ഇതിങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടോ. അപ്പോൾ ആ കെട്ടൊക്കെ അഴിച്ച് നമുക്കൊന്ന് സെറ്റാക്കണം. ലെവലല്ലാതെ നിൽക്കുന്ന സാധനങ്ങളൊന്ന് ലെവലാക്കി വിടുകയാണ്. അപ്പോൾ ആ ഒരു വർക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടോ, ഈ ഒരു ഏരിയയിൽ മാത്രം ഉണങ്ങിയ ഇലകളൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് എത്ര ഉണ്ട് കേട്ടോ. പക്ഷേ നോക്കിയേ, നേരത്തെ പോലെയല്ല, കാണാൻ കുറച്ച് ഭംഗിയായില്ലേ. ഇനി അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് നേരെ കൂടി വന്നാൽ മതി. ഇതെന്താണെന്ന് വെച്ചാൽ പിടിച്ചിങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇലയിൽ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചരിഞ്ഞു പോകുന്നതാണ്. നമുക്ക് ഇവന്മാരെ ഒന്ന് നേരെ ആക്കിയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാമെന്നുള്ള സാധനങ്ങളുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവന് ചോട്ടിൽ നിന്നൊക്കെ നൈസായിട്ട് പൊട്ടി മുളച്ച് വരുന്നുണ്ടേ. ഇത് കണ്ട, പുതിയ ഇലകൾ, പുതിയ മുള. അതാ ഈ കാണുന്ന എല്ലാം പുതിയ മുളകൾ വരുന്നതാ, കണ്ടില്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ പോകട്ടെ. ഈ ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ ഇല്ലേ, ഈ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ പോട്ടി മിക്സ് കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ചുകൂടി വളമൊക്കെ ചേർത്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് സെറ്റാക്കി ഇതിൻ്റെ ആവശ്യമില്ലാത്ത സ്റ്റെമ്മെല്ലാം മുറിച്ച് കളഞ്ഞ് ഇതിങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടോ. അപ്പോൾ ആ കെട്ടൊക്കെ അഴിച്ച് നമുക്കൊന്ന് സെറ്റാക്കണം. ലെവലല്ലാതെ നിൽക്കുന്ന സാധനങ്ങളൊന്ന് ലെവലാക്കി വിടുകയാണ്. അപ്പോൾ ആ ഒരു വർക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടോ, ഈ ഒരു ഏരിയയിൽ മാത്രം ഉണങ്ങിയ ഇലകളൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് എത്ര ഉണ്ട് കേട്ടോ. പക്ഷേ നോക്കിയേ, നേരത്തെ പോലെയല്ല, കാണാൻ കുറച്ച് ഭംഗിയായില്ലേ. ഇനി അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് നേരെ കൂടി വന്നാൽ മതി. ഇതെന്താണെന്ന് വെച്ചാൽ പിടിച്ചിങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇലയിൽ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചരിഞ്ഞു പോകുന്നതാണ്. നമുക്ക് ഇവന്മാരെ ഒന്ന് നേരെ ആക്കിയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാമെന്നുള്ള സാധനങ്ങളുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവന് ചോട്ടിൽ നിന്നൊക്കെ നൈസായിട്ട് പൊട്ടി മുളച്ച് വരുന്നുണ്ടേ. ഇത് കണ്ട, പുതിയ ഇലകൾ, പുതിയ മുള. അതാ ഈ കാണുന്ന എല്ലാം പുതിയ മുളകൾ വരുന്നതാ, കണ്ടില്ലേ. അപ്പോൾ എന്തായാലും